നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യനാവണം എന്ന് തന്നെയാണ്. ഞാൻ മോശമാവണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം ലോകത്ത് വളരെ വളരെ കുറവാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇല്ല എന്നല്ല, ചിലരൊക്കെ ഞാൻ മോശമാവണം എന്നാഗ്രഹിക്കുകയും അങ്ങനെ ചിന്തിക്കുന്നവരും അങ്ങനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ പിശാച്ചിൻ്റെ കൂടെയാണ്, പിശാച്ചിൻ്റെ സങ്കടത്തിലാണ് എന്നൊക്കെയുള്ള ബാനറൊക്കെ ഉപ്പായത്തിലൊക്കെ ഒട്ടിച്ച് നടക്കുന്ന മനുഷ്യന്മാരൊക്കെ ഈ ലോകത്ത് ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം ആളുകളും നന്നാവണം അല്ലെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വേറെ ഒരാളുടെ നാവിൽ നിന്ന് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്ന് നമ്മളെപ്പറ്റി കേൾക്കുന്നതിനേക്കാളേറെ വലിയ ഒരു പ്രചോദനം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല. നമ്മളൊക്കെ അധ്യാപകരായിട്ടൊക്കെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ എത്ര മോശപ്പെട്ട കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടി, മോശപ്പെട്ട എന്ന വാക്ക് പിൻവലിച്ച് എത്ര കുരുത്തക്കേട് കാണിക്കുന്ന വികൃതി കാണിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ ഓഫീസിലേക്കൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ കുപ്പായത്തിൻ്റെ ബട്ടനൊക്കെ ശരിയായി കൊടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ഈ ഒരു നല്ല കുട്ടിയാട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം ഉണ്ടല്ലോ, നമ്മളെ അത്ഭുതപ്പെടുത്തും. ഭാവമാറ്റം മാത്രമല്ല, ചിലപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ നമ്മളൊക്കെ നല്ലവനാണ് എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ട് അങ്ങനെ ആവാൻ പറ്റാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് അതിന് വിപരീതമായ ചില വിശേഷണങ്ങൾ നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മളാകെ തകർന്നു പോകും, മാനസികമായി വലിയ പ്രയാസത്തിലാവും. അതുപോലെ തന്നെ ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ അവൻ നല്ല മനുഷ്യനാണ് എന്ന് പറയാറുണ്ട്. ആ നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം ഒരേ ആളെ പറ്റി ഇപ്പം ഞാൻ പറയാം അയാൾ നല്ല മനുഷ്യനാണ്. അപ്പം എൻ്റെ സുഹൃത്ത് പറയാം അയാളെ പറ്റി നമുക്ക് ശരിയായിട്ടാ, അയാൾ വളരെ മോശക്കാരനാണ്. ഞാൻ അയാൾ നല്ല മനുഷ്യനാണ് എന്ന് പറയാൻ കാരണം അയാളിൽ നിന്ന് ഒരു നന്മ എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ അയാൾ എന്നെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു നല്ല സങ്കല്പം ഉണ്ടാവാം. എന്നാൽ അതേ കാറ് തന്നെ വേറെ ഒരാളുടെ ബൈക്കിൽ തട്ടി അയാളെ തട്ടിമറിച്ച് ഒരുപക്ഷെ ബഹളമുണ്ടാക്കി നിർത്താതെ പോയിട്ടുണ്ടാവാം. ആ തട്ടിമറിഞ്ഞ് വീണവനെ സംബന്ധിച്ച് ആ വ്യക്തി വളരെ മോശപ്പെട്ട മനുഷ്യനെ. കാരണം ഒരു ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മളെ പരിചയമുള്ള ഡോക്ടറാവാം. ആ ഡോക്ടർ അവിടെ നമ്മുടെ പേര് വിളിക്കുന്ന ആ അസിസ്റ്റന്റിനോട് അയാളെ കണ്ട് കടത്തി വിടു പറയുമ്പോൾ അവിടെ ഇങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന രോഗികൾക്കിടയിലൂടെ നമ്മളിങ്ങനെ ആ റൂമിലേക്ക് കയറി ചെന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങി പോകുന്നത് നമ്മൾ പറയും നല്ല ഡോക്ടർ കേട്ടോ. നേരെ മറിച്ച് മണിക്കൂറുകളായി അവിടെ കാത്തിരുന്ന ആ രോഗികൾ അവരുടെ മുമ്പിലൂടെ നമ്മളങ്ങ് കയറി നമ്മളെ വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ആ ഡോക്ടർ അത്ര നല്ല ഡോക്ടർ ആവില്ല. അപ്പോൾ ഒരു മനുഷ്യന് നല്ലത് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആർക്കാ അധികാരമുള്ളത്? നമ്മുടെ വിഷയം അതാണ്. ഒരാൾ നല്ല മനുഷ്യനാണ് എന്ന് സമ്പൂർണമായ കുറ്റമറ്റ ഒരു സർട്ടിഫിക്കറ്റ് അയാൾക്ക് കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിലൂടെ നമ്മൾ പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു വസ്തുവിനെ കുറിച്ചും ഇത് നല്ലതാണ് എന്ന് ഏറ്റവും അടിസ്ഥാനപരമായി പറയാൻ അവകാശപ്പെട്ടത് ആ വസ്തുവിൻ്റെ നിർമ്മാതാവ്, സൃഷ്ടാവ് തന്നെയാണ് എന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു തർക്കമല്ല. ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സെയിൽസ് ചെയ്യുന്ന കുട്ടികൾ പറയും, സാറേ ഇത് എടുത്തോളൂ, ഇതാണ് നല്ലത്, നിങ്ങൾ തിരയുന്ന ഈ സോപ്പിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ കൂട്ടത്തിൽ ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ അതായിക്കോട്ടെ എടുത്ത് പാക്ക് ചെയ്യാൻ പറയും. ഒരുപക്ഷെ അത് നമുക്ക് തരുന്ന ആ സെയിൽസ്മാൻ ആ സാധനം അത് ഉപയോഗിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്ന് അറിയുകയോ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ കമ്പനിയിൽ, ആ ഷോപ്പിൽ ഒരുപാട് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കമ്മീഷൻ ഈ കച്ചവടക്കാരന് ലാഭം കിട്ടുന്ന, മാർജിൻ കിട്ടുന്ന ഉൽപ്പന്നം ഇതാവാം. അതുകൊണ്ട് ആ കടയുടെ ഉടമസ്ഥൻ ഈ സെയിൽസ്മാൻമാരോട് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ഈ സാധനം കൂടുതൽ വിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതിനാണ് നമുക്ക് ലാഭം. അതുകൊണ്ടായിരിക്കാം ആ സെയിൽസ്മാൻ നമ്മോട് പറഞ്ഞേ, ദാ സാറേ ഇത് എടുത്തോളി, ഇതാണ് ഏറ്റവും നല്ലത്. ഒരു വസ്തു അതിൻ്റെ നന്മയും തിന്മയും
ഏറ്റവും നന്നായി അറിയുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ്. അതിൽ ഒരു സംശയമല്ല. ഒരു കമ്പനി ഒന്നിലേറെ വസ്തുക്കൾ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി 10 സോപ്പ്, വിവിധ വിലകളിലുള്ള സോപ്പ് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ ഉടമസ്ഥൻ നമ്മളുമായി വ്യക്തിപരമായി ബന്ധമുള്ള ആളാണെങ്കിൽ നമ്മൾ ആ ഉടമസ്ഥനെ കാണുമ്പോൾ ചോദിക്കല്ല, ഈ 10 സോപ്പിൽ സത്യം പറയാം, നിങ്ങൾ എന്നോട് സത്യം പറയാം, ഇതിൽ നല്ല സോപ്പ് ഏതാ? അയാൾ പറയാണ്, സംഗതി മാർക്കറ്റിൽ പല വിലയാണ്, പല ആൾക്കാർ പല കോലത്തിലാണ് വാങ്ങുക, ചിലത് വാങ്ങണമെങ്കിൽ വലിയ വില പറയണം, അതുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈ സോപ്പ് എടുത്തോളി, അതാട്ടോ നല്ല സോപ്പ് എന്ന് അയാൾ പറഞ്ഞാൽ പിന്നെ മരിക്കണ വരെ നമ്മൾ ആ സോപ്പ് എടുക്കുള്ളൂ. കാരണം എന്താണ്? ആ സോപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് പറഞ്ഞത് അതിൻ്റെ കൂടെയുള്ള മറ്റ് സോപ്പിനേക്കാളേറെ ഈ സോപ്പാണ് നല്ലത് എന്നയാൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൃഷ്ടാവ് പടച്ച റബ്ബ്, ആ പടച്ച റബ്ബ് തന്നെയാണ് ആരാണ് നല്ല മനുഷ്യൻ എന്ന് വിധി പറയാൻ ഏറ്റവും അധികാരമുള്ള ശക്തി എന്ന വിഷയത്തിൽ നമുക്കാർക്കും ഒരു തർക്കമില്ല. ആ പടച്ച റബ്ബ് ഒരു മനുഷ്യന് നല്ല മനുഷ്യനാവാനുള്ള പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നല്ല മനുഷ്യൻ എന്ന വിശേഷത്തിൽ നിന്ന്, ആ ബ്രാക്കറ്റിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നും ആ സൃഷ്ടാവ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 100,000-ലേറെ പ്രവാചകന്മാർ, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ, ഒരുപാട് ദിവ്യമായ വെളിപാടുകൾ, ഇതൊക്കെ ആ സൃഷ്ടാവ് ഈ ലോകത്തിലേക്ക് ഇറക്കിയത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആരാണ് നല്ല മനുഷ്യൻ? അങ്ങനെ നല്ല മനുഷ്യനാവാൻ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്, എന്താണ് ഉണ്ടാവേണ്ടത്, എന്താണ് ഉണ്ടാവാൻ പാടില്ലാത്തത്? ഇപ്പം നമ്മളൊക്കെ മതം എന്നുള്ള നിലക്ക് മതത്തിൻ്റെ ശാസനകളൊക്കെ ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പാലിക്കുന്ന ആളുകളാണ്. ഈ മതപരമായ ആരാധനകളും മതപരമായ ശാസനകളും മതപരമായ നിരോധങ്ങളുമൊക്കെ അല്ലാഹു തആല ഒരു മനുഷ്യനോട് കൽപ്പിക്കുന്നത് ആ മനുഷ്യൻ നന്നാവാൻ വേണ്ടിയാ. ആത്യന്തികമായി മുഴുവൻ ആരാധനാ കർമ്മങ്ങളും മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാ. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 5 നേരം നിങ്ങളുടെ ഒരാളുടെ വീട് മുറ്റത്തുകൂടി ഒരു നദി ഒഴുകുന്നു. നിങ്ങൾക്കറിയാലോ, അറേബ്യയിൽ നദികളൊന്നും പോലും കണ്ടിട്ടേ ഉണ്ടാവില്ല. പുഴ എന്ന് പറഞ്ഞ സാധനം ആ മക്കത്തോ മദീനത്തോ ഉള്ള ആൾക്കാർ കണ്ടിട്ടനല്ല. പക്ഷെ അവരോട് റസൂൽ പറയണേ, നിങ്ങളെ വീടിന്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അല്ലേ? കിണറൊന്നല്ല, കുളമൊന്നുമല്ല, നിങ്ങളെ വീട്ടിന്റെ മുറ്റത്തെ കിണറിന്ന് മുക്കി കുളിക്കുക എന്നല്ല പറഞ്ഞേ. ഒഴുകുന്ന ഒരു പുഴയുണ്ട് എന്ന് വിചാരിക്കുക. ആ പുഴയിൽ നിന്ന് ഒരാള് 5 നേരം കുളിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാവോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല, അവരൊക്കെ ആഴ്ചയിൽ തന്നെ കുളിക്കാൻ വേണ്ടി വെള്ളം കിട്ടാത്ത ആൾക്കാരാ. അപ്പൊ അവരോടാ ചോദിക്കുന്നേ, 5 നേരം ഒരു ദിവസം കുളിച്ചാൽ അവന്റെ ദേഹത്ത് വല്ല അഴുക്കും ബാക്കി ഉണ്ടാവുമോ? അപ്പൊ അവർ പറഞ്ഞു, ഇല്ല റസൂലേ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണ് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. അവന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളായ എല്ലാ അഴുക്കുകളെയും ആ നമസ്കാരം ഓരോ ദിവസം നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ എയർലൈനുകളെ കുറിച്ചുള്ള ഒരു പഠനം ഇങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം ഒരു സോഷ്യൽ മാധ്യമത്തിൽ ഞാൻ വായിച്ചു, ഒരു സാമൂഹ്യ മാധ്യമത്തിൽ. അപ്പം അതിൽ ചില ഫ്ലൈറ്റുകളൊക്കെ എല്ലാ ദിവസവും അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ എല്ലാതും ഓരോ ദിവസവും അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ചില ഫ്ലൈറ്റ് കമ്പനികളുണ്ട്. ലോകത്തിലെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനികളാണ്. ചില കമ്പനികളുടെ ഫ്ലൈറ്റുകളൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം, ചില ഫ്ലൈറ്റുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നോക്കി നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അതിൽ 5 പ്രാവശ്യം ആ ജീവിതത്തെ ഇങ്ങനെ ബാഹ്യമായും ആന്തരികമായും ശുദ്ധീകരണത്തിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതക്കാരല്ലേ? നമസ്കാരം എന്നത് ഒരു വ്യക്തിയെ 5 നേരമാണ് അവൻ്റെ ഉള്ളും പുറവും അത് ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്.
കാരണം മനുഷ്യനെ ഏറ്റവും വലിയ അശുദ്ധിയിലേക്ക്, തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ മനസ്സിന്റെ പിശുക്ക്, മനസ്സിന്റെ വിശാലതയില്ലായ്മ, അന്യരോട് കരുണ കാണിക്കാൻ പറ്റാത്ത സ്വഭാവം, അവന്റെ വേദനകൾ കാണാതിരിക്കൽ, ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യനെ ക്രൂരനും ദുഷ്ടനുമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ആ വൃത്തികേടുകളെ മുഴുവനും ഇല്ലാതാക്കുക സക്കാത്ത്. എൻ്റെ കീശയിൽ ഞാൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തങ്ങോട്ട് കൊടുക്കണമെങ്കിൽ എൻ്റെ മനസ്സ് അത്ര ശുദ്ധമാവണം. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. നമ്മളൊക്കെ തസ്കിയത്ത് ക്യാമ്പ് എന്നൊക്കെ കേൾക്കാറില്ലേ? തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരണമാണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ശുദ്ധീകരണം തന്നെയല്ലേ? നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞത് കുത്തിബ അലൈക്കുമുസ് സിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പാപങ്ങളെയും തെറ്റുകളെയും വൃത്തികേടുകളെയും പേടിച്ച് ജീവിക്കുന്ന മുത്തക്കികളാകാൻ വേണ്ടിനാ. ഹജ്ജിനെ കുറിച്ച് പഠിപ്പിച്ചിടത്തും ആ ഹജ്ജിന്റെ കർമ്മങ്ങളും അറഫയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് വിശുദ്ധ മനസ്സുമായി മടങ്ങിപ്പോരാൻ സാധിക്കുന്ന ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ, അഥവാ ഒരു ഉമ്മ പെറ്റ ദിവസത്തെ, ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ തന്നെയാണ്, അങ്ങനെയല്ല. ഉമ്മ പ്രസവിച്ച ദിവസം, ആ ഫസ്റ്റ് ദിവസം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലാത്തതുപോലെ എല്ലാം ശുദ്ധീകരിച്ച് മടങ്ങിപ്പോരാന്നാ ഒക്കെ എല്ലാ ആരാധനാകർമ്മം. അതുപോലെ അരുത് എന്ന് അള്ളാഹു പറഞ്ഞ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും, ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. അതായത് ഈ ശുദ്ധീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ അഴുക്കുകളൊക്കെ അവിടെ തന്നെ കിടക്കുകയാണെങ്കിലോ, നമ്മുടെ ബാത്റൂമില് ക്ലോസറ്റിൽ ഒരു അഴുക്കുണ്ട്, അതിങ്ങനെ എത്ര ഉരച്ചിട്ടും പോണില്ല. അപ്പൊ നമുക്ക് അതിങ്ങനെ പോകായിട്ട് വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ആണല്ലോ വല്ല അസ്വസ്ഥതയാവുക, അത് മാറ്റേണ്ടി വരുമോ, പോണില്ല, അങ്ങനെ കഴുകിയിട്ട് വൃത്തിയാവണില്ല, അങ്ങനെയൊക്കെ. അപ്പോഴാണ് ടി വിയിലോ പരസ്യത്തിലോ ഒക്കെ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പരസ്യം കേട്ടത്, ഏത് അഴുക്കിനെയും അലിച്ചു കളയാൻ ശക്തമായ ഒരു ലിക്വിഡിനെ കുറിച്ച്, ഒരു ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുവിനെ കുറിച്ച് നമുക്കൊരു വിവരം കിട്ടി. നമ്മൾ വളരെ പ്രതീക്ഷയോടെ അത് വാങ്ങി കൊണ്ടുവന്ന് വലിയ വില കൊടുത്ത് വാങ്ങി അതൊഴിച്ച് അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഒരച്ച് നോക്കുമ്പോൾ സംഗതി അവിടെ തന്നെ ഉണ്ട്, ഒരു സാധനം പോയിട്ടില്ല. നമ്മളെന്താ പറയാ, ആ 100 രൂപ പോയി, അല്ലെങ്കിൽ ആ പൈസ പോയി, ആ അധ്വാനം പോയി. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ ആരാധനാ കർമ്മങ്ങൾ എന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതം എന്ന ഈ സംഗതി കൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ എവിടെയോ ഒരു അപകടമുണ്ട്. ശുദ്ധീകരിക്കുവാൻ വേണ്ടി 5 നേരം കഴുകി ശുദ്ധിയാക്കത്തക്ക വിധം അതിശക്തമായ പാപങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഒരു ഡിറ്റർജന്റ് പോലെ നമ്മുടെ ജീവിതത്തിൽ കൂടെ നിർത്തേണ്ട ഈ വിശുദ്ധമായ നമസ്കാരങ്ങൾ പോലും, ആ നിസ്കാരം കണ്ട് കഴിഞ്ഞ് പള്ളിക്കന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെരുപ്പിട്ട് നോക്കുമ്പോൾ നമ്മളെ ചെരുപ്പുമ്മ കാണാനല്ല, കുറച്ച് അപ്പുറത്ത് ചെരുപ്പുണ്ട്, ആരോ ഒരു ചളിയുള്ള കാലുകൊണ്ട് ചെരുപ്പുമ്മ ചവിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാവിന്ന് വരുന്ന ചില വാക്കുകളുണ്ടല്ലേ, അത് ചിലപ്പോൾ തെറിയോ സൂപ്പർ തെറിയോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴേക്ക് ആ ശുദ്ധീകരണ പ്രക്രിയ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞാനിവിടെ ഓതി വെച്ച ഒരായത്തിന് ഞാനിങ്ങനെ പെട്ടെന്ന് ആ വിഷയത്തിലേക്കാണ് കിടക്കാം. നിങ്ങളെ ശ്രദ്ധ ഒന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ വട്ടം തിരിഞ്ഞു പോണേ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ. മനുഷ്യനെ നന്നാക്കുക എന്ന ആ പ്രക്രിയ ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 3 വിഭാഗമായിട്ട് വേർതിരിക്കാം. 3 വിഭാഗങ്ങളാ അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും. ഈ മുഴുവൻ കൽപ്പനകളും ഇതിൽ ഉൾക്കൊള്ളും. 1, ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ കൽപ്പിക്കും? 1, ബിൽ അദിൽ. ബിൽ അദിൽ, നീതി കൊണ്ട്. നീതി, മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ നല്ല മനുഷ്യനെന്ന് വിളിക്കാൻ അടിസ്ഥാനപരമായ ഗുണമാണ് നീതി. പലപ്പോഴും നമ്മുടെ ലോകത്ത് മനുഷ്യനെ നല്ലവനെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലല്ല. ഒരാൾക്ക് നീതി കിട്ടുകയും മറ്റുള്ളവരോട് അനീതി കാണിക്കുകയും ചെയ്യുമ്പോൾ നീതി കിട്ടിയവൻ അയാൾ നന്നാവുകയും നീതി നിഷേധിക്കപ്പെട്ടവന് അയാൾ മോശക്കാരനാവുകയും ചെയ്യും. പക്ഷെ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്ന 1ാമത്തെ കൽപ്പന, അള്ളാഹു നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു. ഞാൻ അർത്ഥം മുഴുവൻ പറഞ്ഞിട്ട് വിശദീകരിക്കാം.
രണ്ടാമത്തേത് വൽ ഇഹ്സാൻ. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇഹ്സാനാണ്. ഏത് കാര്യത്തിലും ഇഹ്സാൻ ഉണ്ടാവണം. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം തന്നെ. ഇഹ്സാൻ എന്ന വാക്കിന്റെ നേർക്ക് നേരെ ഒരു അർത്ഥവും അതിന് സാങ്കേതികമായ അർത്ഥമുണ്ട്. രണ്ടും ഒരുപോലത്തെ അർത്ഥമാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും നല്ല രൂപം, അതാണ് ഇഹ്സാൻ. ഒരു കാര്യം നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. ഒരു കാര്യം പല രൂപത്തിൽ ചെയ്യാം. ആ പല രൂപങ്ങളിൽ ഏറ്റവും നല്ല രൂപം ഏതാണോ അതിന് പറയുന്ന പേരാണ് ഇഹ്സാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, മൽ ഇഹ്സാൻ, മൽ ഇഹ്സാൻ, പ്രവാചകരെ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിബ്രീലിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നമ്മളിൽ പലർക്കും മനപ്പാടമാണ്. ഒരു സൂത്രവാക്യം പോലെ നമ്മൾ പറഞ്ഞു പഠിച്ച ഒരു വാക്കാണിത്. അൽ ഇഹ്സാനു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. അള്ളാഹു നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നീ പ്രവർത്തിക്കലാണ്. എങ്ങനെ? കഅന്നക തറാഹു, കഅന്നക തറാഹു, തീർച്ചയായും ഈ കാര്യങ്ങൾ നിന്നോട് കൽപ്പിക്കുകയും അതിൻ്റെ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ആ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെ നീ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ വേണ്ടി ഒരാൾ പറഞ്ഞു, ഇതൊന്ന് ചെയ്യണം കേട്ടോ, ഇത് നീ ചെയ്യണം, ഒരു ചിത്രം വരക്കുക, ഒരു കാര്യം ചെയ്യാം. എന്നിട്ട് ആ കൽപ്പിച്ച ആള് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ആ ചെയ്യുന്ന ജോലി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ വർക്ക് എങ്ങനെയൊക്കെ എത്ര കൃത്യതയോടെയല്ലേ, വേറെ ഒന്നും ശ്രദ്ധിക്കാതെ അയാൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിയിട്ട് ഹൗ സമാധാനമായി. എന്തേത്? അയാൾ നോക്കി നിൽക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സും കണ്ണും കാതും ശരീരവും നമ്മുടെ കഴിവും ഒക്കെ അതിലുണ്ടാവണം. അയാളാണ് പോയാൽ ഓ ആശ്വാസമായി, ഇത് വല്ലാത്തൊരു സാധനം തന്നെ, ഇയാൾ ഇങ്ങനെ നിന്നാൽ ഇടങ്ങാറാവുമല്ലോ അല്ലേ, നമുക്ക് തന്നെ പേടിയാ. അള്ളാഹുവിനെ നീ ആരാധന ചെയ്യുമ്പോൾ കഅന്നക തറാഹു, അള്ളാഹു നിന്നെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നിന്റെ മുമ്പ് തന്നെ ഉണ്ട്, നീ ആ അള്ളാഹിനെ കാണുന്നുണ്ട്. അള്ളാഹു നിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നത് നീ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് ബാക്കി അള്ളാഹ് പറയാം, ഫഇല്ലം തകുൻ തറാഹു, സത്യത്തിൽ നീ അള്ളാഹിനെ കാണുന്നില്ല, അത് കാണാൻ നിനക്ക് കഴിവില്ല. നീ അവനെ കാണുന്നില്ലെങ്കിലും ഇന്നഹു യറാഖ്, അവൻ നിന്നെ ശരിക്ക് കാണുന്നുണ്ട്. ശരിക്ക് നീ ചെയ്യുന്ന ഓരോ വളവും തിരിവും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവൻ കാണുന്നുണ്ട്. ഈ ബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇഹ്സാൻ എന്ന് പറയാം. നിങ്ങൾ അപ്പൊ ഒന്ന്, ജീവിതത്തിൽ നീതി ഉണ്ടാവണമെന്ന് റബ്ബ് കൽപ്പിക്കുന്നു. രണ്ട്, നിന്റെ ജീവിതത്തിൽ ഇഹ്സാൻ ഉണ്ടാവണമെന്ന് റബ്ബ് കൽപ്പിക്കുന്നു. മൂന്ന്, വഇതാഇദിൽ ഖുർബാ, നിന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്തു പിടിക്കണമെന്നും റബ്ബ്. ഈത്ത എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാ. ദിൽ ഖുർബ, അടുത്ത നിന്റെ കുടുംബ ബന്ധങ്ങൾക്ക് നീ കൊടുക്കണം. എന്താ കൊടുക്കേണ്ടേ? പൈസയാവാ, സ്നേഹാവാ, കാരുണ്യാവാ, പരിഗണനയാവാ, ഖയറാവാ, ബന്ധമാവാ, എന്തൊക്കെയാണോ അവർക്ക് കൊടുക്കേണ്ടത് അതൊക്കെ നീ കൊടുക്കണം. മൂന്ന് കാര്യങ്ങൾ റബ്ബ് കൽപ്പിച്ചിട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോന്ന് അളന്ന് കണ്ടുപിടിക്കാൻ ഈ ലോകത്തിലെ ഒരു മാപിനി കൊണ്ടും സാധ്യമല്ല. എൻ്റെ ജീവിതത്തിൽ എത്ര ശതമാനം അതിലുണ്ട്, നീതിയുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളിൽ എത്ര ശതമാനം ഇഹ്സാൻ ഉണ്ട്, എൻ്റെ ബന്ധങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട്, ഇത് അളന്ന് കണ്ടുപിടിക്കാൻ ഒരു മാപിനിയും ഒരു ഏകകവും ഒരളവുകോലും ഒരു മീറ്ററും ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നീതിയാണ് എന്ന ബോധ്യത്തോടു കൂടി എനിക്ക് അവിടെ അനീതിയല്ലേ ചില കാര്യമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാട്ടോ പറയുന്നത്, ഇത് ഞാനല്ലാതെ വേറൊരാൾ പറയില്ലേ, ഇത് ഞാൻ നിങ്ങളോട് മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലെ ഒരു സാധനം ഞാൻ അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് നീതിയാണെന്ന് അയാൾക്ക് തോന്നുമ്പോഴും അയാളോട് ശുദ്ധ അനീതി ചെയ്തുകൊണ്ടാണ് ഞാൻ അയാളെ കൊണ്ട് വാങ്ങിക്കണേ അല്ലേ? ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ
നമ്മളെന്നെ തോന്നല ഞാൻ നന്നാവൂല, നല്ല രൂപത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല, ഇന്ന ആരെങ്കിലൊക്കെ പറ്റിച്ചാലേ എനിക്ക് നല്ല നിലക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചില ആൾക്കാർ അല്ലേ വീട്ടിലൊക്കെ മിക്ക വീട്ടിൽ ചെല്ലുമ്പോഴും ലിവിങ് റൂമിലോ സിറ്റ് ഔട്ടിലൊക്കെ ഉള്ള ക്ലോക്കിൽ നോക്കുമ്പോൾ ഇപ്പൊ സമയം 8:02, അത് 10ന്റെ മുമ്പാണല്ലോ, അത് 10ന്റെ മുമ്പിലാക്കി വെച്ചതാ, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങൂല, നേരം വെക്കി ഇറങ്ങുള്ളൂ. അപ്പൊ നമ്മളെ രാവിലെ തന്നെ ക്ലോക്ക് പറ്റിച്ചാലേ അന്നത്തെ നമ്മുടെ ജീവിതം ശരിക്കും മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് നീതി കാണിക്കുകയാണ് എന്ന രൂപത്തിൽ പലരും നമ്മളെ പറ്റിക്കും, പലരും നമ്മളെ ചതിക്കും, പലരും നമ്മളെ വഴിയാധാരാക്കും, പലരുടെയും ജീവിതം തന്നെ തകർന്നു പോകാൻ എപ്പോഴാണ് ഞാൻ ഇന്ന് ഒരാളുടെ അയാളുടെ ഒരു അനുഭവം അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടത്, ഒരു സ്ത്രീ മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുക, ഭർത്താവും സ്ത്രീയും തമ്മിൽ ചെറിയ ചെറിയ എന്തോ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ത്രീ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള ഒരാൾ ഈ സ്ത്രീയുമായിട്ട് വളരെ ക്ലോസ് ആവുകയും ആ സ്ത്രീയോട് ഇങ്ങനെ യഥാർത്ഥ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആവേണ്ടത്, നിങ്ങളെ ഭർത്താവ് വളരെ ദുഷ്ടനാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട ആളല്ല, അയാൾ എങ്ങനെയാണ് സത്യത്തിൽ നിങ്ങൾ അയാളെ ഭാര്യ ആവേണ്ട ആളല്ല, നിങ്ങൾ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെയും അയാളെയും അകറ്റാവുന്ന എല്ലാ വർത്താനവും പറഞ്ഞ് അവസാനം അയാൾ ഈ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുത്തത്രേ, അഥവാ നിങ്ങൾ അയാളുമായുള്ള ബന്ധം ഒഴിവാക്കി പോരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ദൈവദൂതനെ പോലത്തെ ഒരാൾ, കാരണം വീട്ടിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ആശ്വാസം തരുന്ന ഇയാൾ തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവദൂതനെ പോലെ ആ സ്ത്രീക്ക് തോന്നിയേക്കാം. അങ്ങനെ ആ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ ബന്ധം നന്നാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ അകന്നകന്ന് പോരും. കാരണം ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവരുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ അകന്നകന്ന് പോരും. അവസാനം ഒരു നിർവാഹമല്ലാതെ ആ ഭർത്താവ് കോടതി മുഖാന്തരം വിവാഹമോചനം നടത്തി. ഈ സ്ത്രീ സന്തോഷവതിയായി. അപ്പോഴേക്ക് ഈ സ്ത്രീയുടെ ലക്ഷക്കണക്കിന് ഉറുപ്പികയും വിലപ്പെട്ട പല വസ്തുക്കളും പലപ്പോഴായിട്ട് ഈ രണ്ടാമത്തെ ആൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പൊ വിവാഹമോചനം കഴിഞ്ഞു, ഇനി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് അവൾ പറയുമ്പോഴാണ് അയാൾ ചില തിരക്കുകളും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴും കാണാതെയായി, പിന്നെ പറ്റ കാണാതെയായി, ഒരു വിവരമില്ലാതെയായി. ഈ സ്ത്രീ തന്നെ ഒഴിവാക്കിയ വ്യക്തിയെ രണ്ടാമതും തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് അയാൾ വേറെ കല്യാണം കഴിച്ചു. ആ സ്ത്രീ വഴിയാധാരമായി. നോക്കൂ നിങ്ങൾ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്നോട് നല്ല നേർക്കാണ് പെരുമാറുന്നത് എന്ന് ആ സ്ത്രീ ഒരു വേള വിശ്വസിക്കുകയും പെട്ടെന്ന് തന്നെ ആ അനീതിയുടെ വലിപ്പത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. ഈ ലോകത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മളൊക്കെ എപ്പോഴും ഏത് കാര്യത്തിലും ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു സംഗതിയാണിത്. അപ്പം ഒന്ന് അതില് നീതി, ആ നീതി നമ്മുടെ ഉള്ളിലുണ്ടോ നമുക്ക് തന്നെ അറിയുള്ളൂ. കാരണം ഇതൊക്കെ ജാടകളിലൂടെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നീതിയാണ് ചെയ്യുന്നത് എന്ന വ്യാജേന നീതികേട് കാണിക്കാം, നല്ലതാണ് ചെയ്യുന്നത് എന്ന വ്യാജേന നല്ലതിനപ്പുറമുള്ള കാര്യങ്ങളാവാം, കുടുംബത്തോടുള്ള സ്നേഹമാണ് എന്ന വ്യാജേന ആ കുടുംബത്തെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളാവാം. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് ഒന്ന് നമുക്കേ അറിയാൻ പറ്റൂ, അത് ശരിയാണോ എന്ന് നമ്മുടെ റബ്ബിനെ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം നന്നാവുക എന്നത് കേവലം ആരാധനകളുടെയോ അയാളുടെ കാട്ടിക്കൂട്ടലുകളുടെയോ അയാളുടെ പ്രവർത്തനങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിലല്ല. അയാൾക്ക് അടിസ്ഥാനപരമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഈ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ നീതി എല്ലാ രംഗത്തും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സന്തോഷം അങ്ങയുമായിട്ട് പങ്കുവെക്കാനാ. എന്താ? ഇതെൻ്റെ മോനാണ്, എൻ്റെ ചെറിയ മോനാണ്, എനിക്ക് വേറെ മക്കളുണ്ട്. ഈ മക്കളിൽ ഈ മോനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഇവനോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനൊരു സമ്മാനം കൊടുത്തിരുന്നു നബിയെ. എന്താ സമ്മാനം? എനിക്കൊരു അടിമയുണ്ട്, ഞാൻ ആ അടിമയെ ഇവന് സൗജന്യമായിട്ട് ഒരു സമ്മാനമായിട്ട് അവന് കൊടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറയാതെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നിട്ട് അപ്പൊ ഇയാൾക്ക് ബേജാറായി. എന്താ റസൂലൊന്നും പറയാത്ത? ഇയാൾ പ്രവാചകന്റെ പിന്നാലെ പോയി, റസൂലെ എന്താണ്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത്, നിന്റെ മറ്റു മക്കൾക്ക് ഇതേപോലത്തെ അടിമകളെ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടോ? ഇല്ല. റസൂൽ വീണ്ടും തിരിഞ്ഞോക്കാതെ പോവാണ്. അപ്പൊ അയാൾ വീണ്ടും പിന്നാലെ കൂടിയപ്പോൾ റസൂൽ പറഞ്ഞത്, ഒരനീതിക്ക് എന്നെ സാക്ഷിയാക്കാനാണോ നീ എൻ്റെ അടുത്ത് വന്നത്?
നീ നീതിമാനാണെങ്കിൽ നിന്റെ എല്ലാ മക്കളോടും ഒരുപോലെയായിരുന്നു പെരുമാ. നമുക്കൊക്കെ ഉണ്ടാ പ്രശ്നം. മക്കളെ കൂട്ടത്തിൽ ഒരു ലേശം പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടി ഉണ്ടെങ്കിൽ പഠിക്കാത്ത മരമണ്ടൻ്റെ കൂട്ടത്തിലേക്ക് വേണം രാവിലെ തന്നെ കടലക്കച്ചവടത്തിനാക്കി. പഠിക്കണ കുട്ടിക്കും വേണ്ടി എത്ര ചിലവാക്കാനും എങ്ങനെ, പിന്നെ കല്യാണം കഴിക്കുമ്പോൾ എത്ര കൊടുക്കാനും ഒരു മടിയില്ല. അങ്ങനെ എന്നാ വാപ്പാനോട് പറയാൻ പേടിയാണ്, മറ്റോലിങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ നോക്കിക്കണ അവസ്ഥയൊക്കെ ഉണ്ടാവും. അനീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരനീതിക്ക് സാക്ഷിയാക്കാനാണോ നീ എൻ്റെ അടുത്ത് വന്നത്? അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളിലാവാം, വലിയ കാര്യങ്ങളിലാവാം, മറ്റുള്ള കാര്യങ്ങളിലാവാം, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളോട് ചെയ്യേണ്ട കടമകളുടെ കാര്യത്തിലാവാം. അതൊക്കെ ഞാൻ നിർവഹിക്കുന്നത് നീതിപൂർവം തന്നെയാണ്. ഒരാളോടുള്ള ഇഷ്ടമോ ഒരാളോടുള്ള പ്രത്യേകമായ പരിഗണനയോ എൻ്റെ നീതിബോധത്തിന് തടസ്സമാകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടിൽ വിയർത്തുരുകി നിൽക്കുമ്പോൾ അള്ളാഹു ചില ആളുകളെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ തണല് കൊടുക്കും എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ ആൾ ആരാണ്? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഒരു ജനസമൂഹത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പല നിലക്കുള്ള തനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരോടുള്ള ബന്ധത്തിന്റെ മാനദണ്ഡം നീതിയായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരി, അയാളുടെ പേര് റസൂൽ ആദ്യം പറഞ്ഞേ. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അപ്പൊ ഒന്ന്, നമുക്ക് നന്നാവണോ? നമ്മുടെ ജീവിതത്തിൽ നീതിബോധം നിർബന്ധ. അത് അള്ളാഹു നമ്മൾക്ക് നീതിമാൻ എന്ന ഒരു ISO സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കരുത്തുള്ള പടച്ച റബ്ബിൻ്റെ നല്ല മനുഷ്യൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഈ നീതിമാനാവുക എന്നത് ജീവിതത്തിൽ നിർബന്ധ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പക്ഷെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു അയകുഴമ്പനാണെങ്കിൽ കഴിച്ചിടാവൂല, അത് നമ്മളെ സഹായിക്കൂല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞേ, ഒരാളുടെ ആരാധനകൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിലെത്തൂല. ആരും. അപ്പൊ സഹാബത്ത് റസൂൽ എങ്ങളും, റസൂൽ പറഞ്ഞു ഞാനും. അതാണ് ആ ആരാധനകൾക്ക് പോലും അതിൻ്റെതായ ഗുണം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി അവനിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അത്. ഒന്ന് നീതി, 2 വൽ ഇഹ്സാൻ. പല ആൾക്കാരും ഇല്ലേ, ഏത് കാര്യം അത് എങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതൊക്കെ നടന്നു മതി, അത് അവിടെ വേറുള്ള ആൾക്കാർ പ്രയാസപ്പെടേണ്ടോ അത് നമുക്ക് പ്രശ്നമല്ലോ. നമുക്ക് നമ്മളെ കക്കൂസിന്റെ ടാങ്ക് വേണം, അത് അപ്പുറത്തോൻ്റെ കിണറിന്റെ അടുത്താണോ അവൻ്റെ കുടിവെള്ളം, അത് നമുക്ക് പ്രശ്നമല്ല. നമുക്ക് നമ്മളെ സ്ഥലത്തല്ല കുത്താൻ പറ്റുള്ളൂ, അല്ലേ? എങ്ങനെയും ചെയ്യാം, പക്ഷേ അത് ഇഹ്സാനോടുകൂടി ചെയ്യണം. ഏറ്റവും നല്ലത് എനിക്കും മറ്റുള്ളവർക്ക്, നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് നിർഭയനായിരിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നാ. നിന്റെ അയൽവാസിക്ക് എൻ്റെ പേടിയാണ്, അയാൾക്ക് കുറച്ച് സ്വാധീനമുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, അയാളെ പേടിക്കണം. അയാൾ എന്ത് ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പരെ വേസ്റ്റാണ് ഇട്ടാൽ അതിൻ്റെ ദുർഗന്ധം നമ്മൾ സഹിക്കുക, മൂപ്പരുടെ അച്ചുമുടി ഉണ്ടെങ്കിൽ അത് നമ്മൾ സഹിക്കുക, നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റൂല, അയാളെ പേടിക്കണം എന്ന് നമ്മളെ പറ്റി നമ്മുടെ അയൽവാസി പറയുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഈത്തിക്കാഫ് ഇരുന്നിട്ടും കാര്യമില്ല, ആ ഈത്തിക്കാഫ് ഹറമിലായിട്ടും കാര്യമില്ല, സ്വർഗത്ത് പോകാൻ പ്രയാസ. ഇഹ്സാൻ അത് ജീവിതത്തിൽ ബന്ധങ്ങളോട്, അയൽക്കാരോട്, നാട്ടുകാരോട്, മനുഷ്യരോട്, ജീവികളോട്. ഒരു പൂച്ചനക്ക് വീട്ടിൽ നിന്ന് പോയപ്പം ആ പൂച്ച വിട്ടാൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചോളും. അതില്ലാതെ പൂച്ചനെ കെട്ടിട്ട് ആ സ്ത്രീ മടങ്ങി വന്നപ്പോഴേക്ക് ആ പൂച്ച ചത്തുപോയിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ട്. നരകത്തിലാവുന്ന പറഞ്ഞേ, നരകത്ത് പോകുന്നു. അതേ റസൂൽ തന്നെയാണ് തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് പറഞ്ഞ പട്ടിക്ക് മരുഭൂമിയിൽ വെച്ചൊരാൾ വെള്ളം കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ അയാളുടെ എല്ലാ പാപവും പൊറുക്കപ്പെട്ട് അയാൾ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അത് ഇഹ്സാനാണ്. ഏത് കാര്യത്തിലും ഇഹ്സാൻ. നമ്മുടെ ലാഭമല്ല, നമ്മുടെ സുഖമല്ല, നമ്മുടെ നേട്ടമല്ല, ഇഹ്സാൻ. ആ കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ജീവിക്കാൻ പറ്റും ഏറ്റവും നല്ലതായിട്ട്, അതാണ് ഇഹ്സാൻ. മൂന്നാമത്തേത് വഈതാഇദിൽ ഖുർബ. ഇത് പ്രധാനം കേട്ടോ. പലപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചത് ബന്ധങ്ങളോടും ബന്ധുക്കളോടുമുള്ള നമ്മുടെ സമീപനങ്ങളൊക്കെ നമ്മുടെ ഔദാര്യത്തിന്റെ ഭാഗമാണെന്നാ. ഞാനല്ലാതെ ആരാപ്പോ ഈ കുടുംബത്തിൽ അങ്ങനെ തിരിഞ്ഞു നോക്കാല്ലേ? അവിടെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് വേറെ അഞ്ചന്മാരും ഏട്ടന്മാരുണ്ടല്ലോ, ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? വേറെ ഇളാപ്പാരും മൂത്താപ്പാരുണ്ടല്ലോ, ആരെങ്കിലും പോയോക്കിയോ? ഞാനല്ലാതെ പിന്നെ ആരാളേ? എന്താല്ലേ
അത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന. കാരണം മനുഷ്യൻ കുടുംബമായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. സത്യമായിട്ടും ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുതിയ തലമുറയിലെ കുട്ടികളോടൊക്കെ കുടുംബത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗമാവേണ്ട, ഒറ്റക്കൊറ്റക്ക് ജീവിച്ചോളി, രണ്ട് കാലും എണീറ്റിക്കാൻ, അത്യാവശ്യം വിദ്യാഭ്യാസം, ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുടുംബത്തെ കാത്തിക്കണ്ട, കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടി നിങ്ങളെ ജീവിതം കളയണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ജീവിച്ചോളൂ എന്ന് നമ്മുടെ മക്കളോട് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും അവരങ്ങനെ പറയുന്നത്? കുടുംബത്തിനെ ഒരു പുസ്തകം പോലെയുള്ള കുടുംബം, 1000 പേജുള്ള പുസ്തകം ഇവിടെ ഇങ്ങനെ വെച്ചാൽ ആ പുസ്തകം എത്ര ഇവിടെ ഇങ്ങനെ നിൽക്കും? എന്തോ അതിൻ്റെ പേജുകൾ എങ്ങനെ ഒരു നൂല് കൊണ്ട് തുന്നി കെട്ടിയിരിക്കണം. നൂല് ദുർബലമായ നൂലാണ്, പക്ഷെ ആ നൂല് കൊണ്ടുള്ള കെട്ടിൽ ഇങ്ങനെ നിൽക്കുക പേപ്പർ. ആ നൂല് നമ്മൾ മെല്ലെ കണ്ട് പൊട്ടിച്ചാണ്ടല്ലോ ഓരോ പേജും ഓരോ പേപ്പറായിട്ട് പാറിയാണ് പോകും അല്ലേ? അതുപോലെ കുടുംബം കാണാത്ത ഒരു ചരട് കൊണ്ട് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട കുറേ വ്യക്തികളുടെ ഒരു ബണ്ടിലാണ്, ഒരു കൂട്ടമാണ് ഒരു കുടുംബം. ആ ചരടെങ്ങാനും പൊട്ടിയാണ്ടല്ലോ പിന്നെ വരെ എവിടെ എത്തി അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, എന്തിനേക്കാരം പുതിയ കാലത്ത് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് കഥയും കവിതയും സിനിമയും നോവലും അതേപോലെ സാഹിത്യവും രാഷ്ട്രീയവും ഇതൊക്കെ കൂട്ടിയിട്ട് എന്തിനാണ് ഈ കുടുംബ ബന്ധങ്ങളെ അടർത്തിയെടുത്തിട്ട് ഈ മക്കളൊക്കെ സ്വതന്ത്രരാക്കി അപ്പുപന്താടി പോലെ പാറാൻ വിടുന്ന എന്തിനാ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കണോ? വേറൊന്നുമല്ല, ലോകത്തിനെ ഇപ്പം നിയന്ത്രിക്കുന്നത് ലഹരി സെക്സ് മാഫിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും മനുഷ്യരാണ് അവരുടെ വസ്തുക്കൾ, അടിസ്ഥാന വസ്തുക്കൾ. മനുഷ്യരിലാണ് ഇത് രണ്ടും പ്രയോഗിക്കണേ. അങ്ങനെ മനുഷ്യരെ കിട്ടണമെങ്കിൽ കുടുംബ ബന്ധത്തിൻ്റെ നൂല് പൊട്ടിയ മനുഷ്യന്മാർക്ക് വേഗം കിട്ടുക. ഞാനും നിങ്ങളൊക്കെ ആ വഴിക്ക് പോകാത്ത എന്നോട് അറിയങ്ങൾ, നമുക്കൊരു കുടുംബമുണ്ട്, നോക്കാനും കാണാനും പറയാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമുക്കൊരു കുടുംബമുണ്ട്. നമ്മളോട് നമ്മുടെ മകൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തരുള്ളടാ എന്ന് ഒറ്റയടിക്ക് നമ്മൾ പറയുമ്പോൾ തലയും താഴ്ത്തി നമ്മുടെ മകൻ നടന്നു പോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു വേദന ഉണ്ട്. അതിങ്ങനെ എങ്ങനെ ഇപ്പോൾ വൈഫൈ ഉപയോഗിച്ചാണോ ഓൻ്റെ വേദന എങ്ങനെ നമ്മളെ മനസ്സിലേക്ക് എത്തി, നമ്മളെ വേദന എങ്ങനെ ഓൻ്റെ മനസ്സിലേക്ക് എത്തി? ഏതപ്പോൾ അതിൻ്റെ മാധ്യമം, ഏത് മാർഗത്തിലൂടെയാണ്? വീട്ടിൽ നമ്മളിങ്ങനെ ഓഫീസിൽ ഇന്ന് ഓഫീസ് 3 മണിക്ക് ഇറങ്ങിയിട്ട് ബീച്ചിൽ പോകണം, പാർക്ക് പോകണം എന്നൊക്കെ ആലോചിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ച പിന്നെ മോളും പേരക്കുട്ടിയൊക്കെ വന്നിക്കണ്, നിങ്ങളെ കാണായിട്ട് ഓമ്പടെ ഇടങ്ങേറായി നൊലോളിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം വരൂലേ? നമ്മൾ പെട്ടെന്ന് ബാക്കി ഞാൻ പാർക്കൊക്കെ ഇല്ല കേട്ടോ, എന്തേ വീട്ടിൽ പേരക്കുട്ടി കാത്തിക്കുന്നുണ്ട്. ആ പേരക്കുട്ടിൻ്റെ മനസ്സിലെ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ഏത് വഴിക്കാ? ഏതാണ് അതിൻ്റെ മാധ്യമം അല്ലേ? അല്ലാഹു തആല മനുഷ്യരെ ആ നൂല് പൊട്ടിയ പുസ്തകം പോലെ ആവാതിരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച കണ്ണുകൊണ്ട് കാണാത്ത എന്നാൽ ഹൃദയം കൊണ്ട് കാണാവുന്ന ഒരു കെട്ടാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തെ ചേർത്തു പിടിക്കൽ നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ. റഹ്മ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് പറയുന്ന പേരാ. അതേ പേരെന്നെ ഏകദേശം കുടുംബ ബന്ധത്തിനും പറഞ്ഞേ. ഒരു ഗർഭപാത്രവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരാളും തമ്മിലുള്ള ബന്ധം കണ്ടിട്ടില്ലല്ലോ. ഞാൻ ജനിച്ച ആ ഗർഭപാത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ഗർഭപാത്രത്തിന്റെ ഉടമയായ എൻ്റെ ഉമ്മയെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഇപ്പൊ വെള്ളം നിറയും. അതൊരു ബന്ധ. ആ ബന്ധം എങ്ങനത്തെ ബന്ധ? അത് കണ്ണുകൊണ്ട് കാണാത്ത ഹൃദയം കൊണ്ട് കാണാവുന്ന ബന്ധ. ആ ഒരു ബന്ധം കൊണ്ട് വിളക്കി ചേർത്ത ആ കുടുംബം എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും എത്ര ഹജ്ജും സദക്കയും സക്കാത്തും ഒക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, സ്വർഗത്തേക്ക് ഞാൻ എത്തൂല. അത് അള്ളാഹു അടിസ്ഥാനപരമായി നിശ്ചയിച്ച ഒരു യോഗ്യതയാണ് അല്ലേ? അപ്പോ ഈ 3 കാര്യങ്ങൾ, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഅ്മുറു അവൻ കൽപ്പിക്കുന്നു, ബിൽ അദ്ലി നീതി കൊണ്ടും, വൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന വാക്കിന് മലയാളത്തിൽ ഒരൊറ്റ അർത്ഥം പറയാൻ നമുക്ക് കഴിയില്ല. അറബിയിൽ അങ്ങനെ പല ഇസ്ലാമികമായ പല സാങ്കേതിക പദങ്ങൾക്കും മലയാളത്തിൽ ഒറ്റ വാക്കില്ല. ശരിക്കും നിസ്കാരം, സ്വലാത്ത് എന്ന പദത്തിന് സ്വലാത്ത് തന്നെ പറയണമെന്നാ. കാരണം സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നിസ്കാരം എന്ന മലയാള പദത്തിന് കിട്ടുന്നില്ല. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം ഒരിക്കലും ദാനധർമ്മം എന്ന മലയാള പദത്തിന് കിട്ടൂല.
ഹജ്ജ് എന്ന പദത്തിന്റെ അർത്ഥം ഒരിക്കലും അതൊരു പിൽഗ്രിം അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര എന്നുള്ള ആ പദത്തിന് കിട്ടൂല. അത് അറബിയിൽ അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പോൾ ഇഹ്സാൻ നമ്മൾ ഇഹ്സാൻ എന്ന അർത്ഥം പറയാം. കാരണം അതിന് മലയാളത്തിൽ അർത്ഥം പറയണമെങ്കിൽ ഒരു പാരഗ്രാഫ് പറയേണ്ടി വരും. ഇഹ്സാൻ വഇതാഇദിൽ ഖുർബ, കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത്. ഞാൻ പറഞ്ഞു പണം മാത്രമല്ല, പരിഗണനയും സ്നേഹവും കാരുണ്യവും ബന്ധവും ഒക്കെ കൊടുത്തില്ലേ. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, റസൂലേ എനിക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് എന്നെ ഇഷ്ടമല്ല, ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും തോറും അവരങ്ങനെ അകന്നകന്ന് പോവാ, പക്ഷെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും, ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ ആ ബന്ധം ചേർക്കാൻ വേണ്ടി എന്നാലാവും ഇത് ശ്രമിക്കും. പ്രവാചകൻ അയാളെ അനുമോദിച്ചു, അഭിനന്ദിച്ചു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് അയാൾക്ക് പ്രവാചകൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അമുസ്ലിങ്ങളായ ആളുകൾ, ചില സഹാബത്തൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഓരോ മാതാപിതാക്കൾ അപ്പുറത്ത് തന്നെ ഷിർക്കിലാണ്. അപ്പൊ ഈ മക്കൾക്ക് സംശയം, റസൂലെ അവരുമായുള്ള ബന്ധം, റസൂൽ പറഞ്ഞു അവരുമായുള്ള ബന്ധം ചേർക്കണം, ചേർത്തേ പറ്റൂ. പ്രവാചകന്റെ ചില കുടുംബങ്ങളെ കുറിച്ച് റസൂൽ പറഞ്ഞതല്ലേ, പറഞ്ഞത് അവരെൻ്റെ കുടുംബക്കാരാണ്, ഞാനും അവരും തമ്മിൽ ആശയപരമായിട്ട് വ്യത്യാസമുണ്ട്, പക്ഷെ അവരെൻ്റെ കുടുംബക്കാരാണ്. ആ കുടുംബക്കാർ എന്നുള്ള നിലക്കുള്ള എൻ്റെ ബാധ്യത ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. നമ്മളെ ചിലപ്പോൾ പറയാറുണ്ട്, ഓനാള് മോശം, എന്നെ കള്ളും കഞ്ചാവായിട്ട് നടക്കല, ഞാനിപ്പോൾ പെരീക്കന്നെ പോയല്ല. തെറ്റിനോട് നമുക്ക് വിയോജിക്കാം, പക്ഷെ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഓനെ അവസാന നിമിഷം വരെ ചേർത്തു പിടിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ അള്ള പറയുന്ന ഒരു 3 കാര്യം കൂടിയുണ്ട്. അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നു. നഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു, അരുത് എന്ന് പറഞ്ഞു. ആ യൻഹ അള്ളാഹു വിരോധിച്ച ഒന്ന് അനിൽ ഫഹ്ഷാ, വൃത്തികേടുകൾ. മനുഷ്യനും അവൻ്റെ വ്യക്തിത്വത്തിനും അവൻ്റെ ശരീരത്തിനും അവൻ്റെ സമൂഹത്തിനും ദോഷമായ ഫലമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഫഹ്ഷാ, വൃത്തികേടുകൾ അല്ലേ. വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. ഒരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ ഉണ്ടാവുന്നത് നല്ലതല്ല എന്ന് സൃഷ്ടാവ് വിധിച്ച കാര്യങ്ങൾ. വൽ ബഗി, അതിക്രമങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ വല്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന, മനുഷ്യനെ അകറ്റിക്കളയുന്ന വൃത്തികെട്ട കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇപ്പം ഞാൻ ആമുഖത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളിങ്ങനെ നിസ്കാരം നോമ്പും കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞിറങ്ങിയാൽ വേണ്ടാത്തരങ്ങളിലേക്ക് പോകാൻ ഒരു മടിയും നമ്മൾ കാണിക്കാത്ത ഒരു അപകടം നമ്മളിലൊക്കെ ഉണ്ട്. ഇവിടെ അള്ളാഹു ഉണ്ടാവണമെന്ന് കൽപ്പിച്ചതുപോലെ തന്നെ യഅ്മുറു, കൽപ്പിച്ചിരിക്കുന്നു എന്ന പദത്തിൻ്റെ നേർ വിപരീതമാണ് യൻഹ. കൽപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം, ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവരുത്. അതുണ്ടായാൽ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾക്ക് അത് ദോഷം ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. ഈ പറഞ്ഞ അതിക്രമങ്ങളും വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും പരസ്പരം വെറുപ്പുൽപാദിപ്പിക്കുന്ന അതിക്രമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെ നീതി ഉണ്ടാവൂല, അവിടെ ഇഹ്സാൻ ഉണ്ടാവൂല, അവിടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവൂല. ഈ 3 കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ 3 കാര്യങ്ങൾ നിങ്ങളിൽ പൂർണ്ണമായി ഉണ്ടാവാതിരിക്കണം. യഅ്ലുക്കും, അല്ല പറയാ യഅ്ലുക്കും, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടി, കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകുവാൻ വേണ്ടി, അറിവുണ്ടാകുവാൻ വേണ്ടി, കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഷർത്തും പറലും, നോമ്പും അതിൻ്റെ ഷർത്തും പറലും, സക്കാത്തും അതിൻ്റെ കണക്കും കാര്യം, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവരെ നമ്മളൊക്കെ അത് എഴുതിയിട്ടും മനഃപ്പാടമാക്കിയിട്ടും കാണാതെ പഠിച്ചും പിന്നെ അങ്ങനെ പല രൂപത്തിൽ നമ്മളത് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഈ യോഗ്യതകളുള്ള ആളുകൾ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു പരീക്ഷ, ഒരു നീറ്റ് എക്സാം, ആ നീറ്റ് എക്സാമിന് വേണ്ടി 15 കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതിൽ 5 കുട്ടികൾ 10ാം ക്ലാസ് തന്നെ ജയിച്ചിട്ടില്ല. 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. ഈ 10ാം ക്ലാസ് ജയിക്കാത്ത കുട്ടികൾ ഇത് പഠിച്ചിട്ട് എന്താ കാര്യമില്ല. ഒരു അടിസ്ഥാന യോഗ്യത വേണ്ടേ? അടിസ്ഥാന യോഗ്യതയുള്ളവരല്ലേ ആ പദവിയിലേക്ക് എത്തുള്ളൂ.
അപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല മനുഷ്യൻ എന്ന യോഗ്യതയിലേക്ക് എത്തണമെങ്കിൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട ഈ 3 ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ അറിയോ? മറ്റുള്ളവർക്ക് കാണാനും അറിയാനും പറ്റാത്തൊരു സംഗതി ആയതുകൊണ്ടേ അതിപ്പോൾ കുപ്പായം കണ്ടില്ല നിങ്ങൾ? കുപ്പായം അടിപൊളി കുപ്പായം കേടുക, അല്ല അടിപൊളി കുപ്പായം കേടും. ഇന്ന് തേച്ചത് കേടുക. അണ്ടവേറെ ഇപ്പോൾ 4 ദിവസം മുമ്പ് തിരുമ്പിയതേ കാലം. എന്താ അറിയോ? ഇതെല്ലാവരും കാണും. മറ്റേ ഇപ്പോൾ കഴിച്ചിടുമ്പോൾ ആരും കാണൂലല്ലോ. അത് തിരുമ്പിലും കുഴപ്പമില്ല, അത് ഓട്ടയിലും കുഴപ്പമില്ല, അതാരും കാണൂലല്ലോ അല്ലേ? ഒരാൾ കാണുന്ന സംഗതിയിൽ നന്നാവാൻ നമുക്ക് എളുപ്പമാണ്, നന്നാക്കാനും എളുപ്പമാണ്. പക്ഷേ ഒരാൾ കാണാത്ത ഒരു മേഖലയെ നന്നാക്കാൻ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ സിറ്റൗട്ടൊക്കെ എല്ലാം വൃത്തിയാക്കും, ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, ഒക്കെ ഉഷാറായി കയറുന്നു. എന്നാൽ അടുക്കളുടെ ഭാഗത്തുണ്ടാവും തെങ്ങിൻ്റെ കുയ്യ്, ആണ് ചെല്ലാൻ വയ്ക്കൂല, അങ്ങോട്ടാരും വരൂലല്ലോ. നമ്മൾ മാത്രമല്ലോടത്ത് ശുദ്ധീകരിക്കാനും അവിടെ വൃത്തിയാക്കാനും അവിടെ മനോഹരാക്കാനും നല്ല പണി തന്നെയാണ്. എൻ്റെ മനസ്സിലെ നീതിബോധം ഞാൻ മാത്രം അറിയുന്ന സംഗതിയാണ്. എൻ്റെ മനസ്സിൻ്റെ ഇഹ്സാൻ ഞാൻ മാത്രം അറിയുന്ന സംഗതിയാണ്. എൻ്റെ മനസ്സിൻ്റെ ബന്ധങ്ങളുടെ സ്നേഹമോ കാപട്യമോ അത് ഞാൻ മാത്രം അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് അത് നന്നാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ പ്രയാസക്കാരം. അതുകൊണ്ട് റസൂൽ പറഞ്ഞേ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങളുണ്ട്, ജിഹാദ് ഒരുപാടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ജിഹാദ് ഏതാ? ഏറ്റവും വലിയ ജിഹാദ് നിന്റെ മനസ്സിനോടുള്ള ജിഹാദാ. വേറെ ആരും കാണാനും സ്വാധീനിക്കാനില്ലാത്ത മേഖലയിൽ നീ മാത്രം ഉണർന്നിരുന്ന് നീ മാത്രം ആ തിന്മയോട് പ്രതികരിക്കേണ്ട ജിഹാദ് ഉണ്ടല്ലോ, അതാ വലിയ ജിഹാദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ പ്രാർത്ഥന കാര്യങ്ങൾ? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. നല്ല അല്ലേ അമ്മയല്ലേ? ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിലേ നമുക്കൊരു ബാക്കപ്പ്, പിന്നിൽ നിന്ന് നല്ല ഒരു പിന്തുണ ഉണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥാനത്തേക്ക്, ഇപ്പോൾ എയോനെ ഇപ്പം നമ്മൾ പ്രസിഡന്റ് ആക്കുകയാണ്, എയോ പറയും ആരോഗ്യപരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ട്, നിങ്ങൾ അത് കുഴപ്പമില്ല, നിങ്ങൾ ഒപ്പം ഉണ്ടോ, നിങ്ങൾ ചെയ്താൽ മതി അല്ലേ? ഈ മനസ്സിനോടുള്ള പോരാട്ടത്തിലേ നമുക്ക് നല്ല കരുത്ത് വേണം. അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിക്കണേ, അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹ, ആതി നീ തരണം, നഫ്സി എൻ്റെ നഫ്സിന്, തഖ്വാഹ അതിൻ്റെ തെക്കുവ ഉണ്ടല്ലോ. ഈ തെക്കുവ എന്ന് പറഞ്ഞ സാധനം അത് ഉള്ളിലിങ്ങോട്ട് എത്തിയാൽ ഈ കൊതുക് തിരി കത്തിച്ചമായിരിക്കാം. കൊതുക് തിരി കത്തിച്ചാൽ കൊതുക് വരൂലാർന്നമാർക്ക് ഈ തെക്കുവ പറഞ്ഞ സാധനം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചാലേ ഒരുപാട് തിന്മകൾ പിന്നെ വൈക്കനെ വരൂല. അതുകൊണ്ട് ആത്തി നഫ്സി തഖ്വാഹ, പടച്ചോനെ എൻ്റെ മനസ്സിന് എൻ്റെ ഹൃദയത്തിന് അതിൻ്റെ തെക്കുവ നീ തരണം കേട്ടോ. വസക്കിഹ, പടച്ചോനെ ആ ഹൃദയത്തിനെ നീ ശുദ്ധീകരിക്കണം കേട്ടോ, നീ ശുദ്ധീകരിക്കണം. അൻത ഖൈറു മൻ സക്കാഹ, ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ പടച്ചോനെ നീയാണല്ലോ. അതുകൊണ്ട് റബ്ബേ ആ ഹൃദയ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ തെക്കുവ അത് നീ എനിക്ക് തരണം കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുജൂദിലൊക്കെ കടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഏറെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒന്ന് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഉറപ്പിച്ചു നിർത്തണേ നന്മയിൽ നാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ബാഹ്യമായ കാര്യങ്ങളിൽ അതീവ താല്പര്യത്തോടെ ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ എന്ന നിലക്ക് നമ്മുടെ ആന്തരികമായ കാര്യം ഒന്നുകൂടി നമ്മൾ ക്ലിയർ ആവണം. തറ പണ്ട് കെ മുഹമ്മദ് സുല്ലമി അദ്ദേഹം ഈ സമ്മേളനങ്ങളുടെയൊക്കെ വളണ്ടിയർ ചാർജ് ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ചാർജ് ഏറ്റെടുക്കുന്ന നമ്മുടെ ഒരു പണ്ഡിതനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വളണ്ടിയറായിട്ട് ഒന്നിലേറെ സമ്മേളനങ്ങളിൽ സേവനം ചെയ്തപ്പോഴൊക്കെ ഈ വളണ്ടിയർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന യോഗത്തിൽ അദ്ദേഹം പറയാറുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ തറകളാവണം. അതിൻ്റെ തറകളാവ് പറഞ്ഞാൽ നമ്മൾ സാധാരണ തറയിടുന്ന തറയല്ല, ഒരു വീടിൻ്റെ ഏറ്റവും അടിസ്ഥാനം തറ, ചുമര്, തൂണ്, ഇതൊക്കെ നല്ല മനോഹരമായി പെയിന്റ് അടിച്ച് നല്ല മനോഹരമായി കൊത്തുപണിയിലൊക്കെ നിർമ്മിച്ച തൂണൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആ കൊത്തുപണി അങ്ങനെ തഴുകിയിട്ടാവും. എന്ത് രസമുണ്ട്, എന്ത് പെയിന്റ് രസമുണ്ട്, അതിൻ്റെ ആ നിർമ്മാണം ഭയങ്കര രസമുണ്ട്. പക്ഷേ ഈ പറയുന്നവൻ്റെ കാൽ ചുവട്ട് കിടക്കുന്നതാണ് ഈ തറ. ഈ തറയിൽ ചവിട്ടി നിട്ട ഈ മേൽക്കൂരയുടെയും തൂണിൻ്റെ ഒക്കെ സൗന്ദര്യം കാണേ. ഒരിക്കലും തറയെക്കുറിച്ച് അവനൊന്നും പറയുന്നില്ല. പക്ഷെ തറയാണ് എല്ലാം വഹിക്കുന്നത്.
നമ്മൾ നല്ലതാണ്, ഓൻ ഉഷാറാണ്, ഓൻ്റെ വാക്കും പ്രവൃത്തിയൊക്കെ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഈ തറ ഉണ്ടല്ലോ, ഈ തറ അത് ഉറപ്പില്ലാത്ത തറയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ദ്രവിച്ച തറയാണെങ്കിൽ ഈ മേലിലുള്ള സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ ആയത്ത് ഞാൻ ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. 1 അദിൽ, നീതിബോധം. 2 ഇഹ്സാൻ, ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും മനോഹരമായ പരിണിതി. 3 വഇതാഇ ദിൽ ഖുർബാ, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കൽ. ഇത് 3 ഇല്ലാതെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനോ അതിനെ നന്നാക്കാനോ ആരും മെനക്കെടണ്ട, അത് നടക്കൂല. 2 വയൻഹ, നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് റബ്ബ് കൽപ്പിക്കുന്നു. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ. അനിൽ ഫഹ്ഷാ, വൃത്തികേടുകൾ. വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. വൽ ബാഗി, അതിക്രമങ്ങൾ, വിദ്വേഷങ്ങൾ. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. യഇദുക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ആരാണ് അവൻ? ഞാനല്ല, നമ്മുടെ നേതാവോ പ്രസിഡന്റോ അല്ല. ആരാണ്? യഇദുക്കും, നമ്മളെ സൃഷ്ടിച്ച പടച്ച റബ്ബ ഉപദേശിക്കണേ. ഇത് ഉണ്ടാവരുത്, ഉണ്ടാവണം. പെട്രോൾ കൊണ്ട് ഓടുന്ന വണ്ടിയിൽ ഒരിക്കലും ആ ടാങ്കിൽ ഡീസൽ ഒഴിക്കരുത് എന്ന് ആ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിക്കരുത്. അഥവാ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മാറ്റാതെ സംഗതി പോവില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ്. യഇദുക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധമുണ്ടാവാൻ വേണ്ടി, തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഉപദേശം, അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലെ നമ്മുടെ വിഷയം. ഈ ഉപദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മുഴുവൻ ഘടകങ്ങളോടും പൊരുതണം. ഇഹ്സാനിന് വിരുദ്ധമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളോടും പൊരുതണം. അതേപോലെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനോടൊക്കെ പോരാടണം. അങ്ങനെ പോരാടി നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഒരു നല്ല മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുകയും ആ നല്ല മനുഷ്യൻ്റെ പദവിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുകയുള്ളൂ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തആല പഠിപ്പിച്ചതുപോലെ അവൻ്റെ ദീനിനെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അള്ളാഹു തആല എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. തെറ്റാണെന്നറിഞ്ഞിട്ടും ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അകന്നു ജീവിക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളായി വളർത്തി പരിപാലിച്ചു വലുതാക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ വേദനകളിൽ നിന്ന്, തകർത്ത് കളയുന്ന സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.